അതായത് കരിയർ ഈസ് അവർ ലൈഫ്. ഒരാളുടെ ജീവിതം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അതിനെയാണ് കരിയർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ജോലി പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് ജോലി പറഞ്ഞു കൊടുക്കുക, അത് തന്നെ തൊഴിലായി കൊണ്ട് നടക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? പേരൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു സർ ഈ ഒരു അപ്രോച്ച്? പേരൻസ് അവര് ഓക്കെയാണ്, അവരും ഇത് തന്നെയാണ് പറഞ്ഞത്. അയ്യോ ഇത് അറിഞ്ഞില്ലല്ലോ, സയൻസ് പഠിക്കാനായിട്ട് വലിയ താല്പര്യമില്ല, ഉന്തിത്തള്ളി പഠിച്ചു, 60%, 55%, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പാസ് എന്ന രീതിയിൽ സയൻസ് കഴിഞ്ഞു, അവസാനം മെഡിസിനും പോകാൻ പറ്റില്ല, എഞ്ചിനീയറിംഗിനും പോകാൻ പറ്റില്ല, BA മലയാളത്തിന് പോലും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ദർ ഈസ് നോ സേഫ് സോൺ ഇൻ 11th and 12th. ഓരോ സ്റ്റുഡൻറ്റും സ്കൂൾ പഠനത്തിന് ശേഷമാണ് അവർക്ക് എന്ത് കോഴ്സാണ് വേണ്ടത്, ഏത് ജോലിയിലേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിക്കാറ്. പേരൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് എല്ലാം നൽകാറുമുണ്ട്. എന്നാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയി ഒരു കുട്ടിയുടെ കേപ്പബിലിറ്റീസിനെ അസസ് ചെയ്ത് ഒരു കരിയർ പ്രൊഫൈലിംഗ് ചെയ്തിട്ടാണ് കോഴ്സ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിലോ ലൈഫ് എന്ത് ബെറ്റർ ആയിരിക്കും? ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കരിയർ ഗൈഡൻസ് കൗൺസിലിംഗിൽ 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മിസ്റ്റർ ഷമീർ CK ആണ്. വെൽക്കം സാർ. ജോലിയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ജോലി എന്ന് പറയുന്ന നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന കരിയർ, അതിനെ സാറിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താ? കരിയറിൻ്റെ ഡെഫിനേഷനെ നമുക്കൊരു ഒറ്റ സിംഗിൾ സെൻറ്റൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതായത് കരിയർ ഈസ് അവർ ലൈഫ്. ഒരാളുടെ ജീവിതം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അതിനെയാണ് കരിയർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മുടെ കരിയറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സക്സസ്സിലൂടെയാണ്. കരിയറിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും ഒരു കോഴ്സ് പഠിക്കുക, ഒരു ജോലി കിട്ടുക, സോ വി ആർ സക്സസ്ഫുൾ ഇൻ എ കരിയർ. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ ലൈഫ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതൊരു പക്ഷേ കുറേ പൈസ ഉണ്ടാക്കുന്നതാവാം, അല്ലെങ്കിൽ കുറേ ട്രാവൽ ചെയ്യുന്നതാവാം, അതുമല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതാവാം. ഈവൻ നമ്മുടെ പാരൻസിനെ ടേക്ക് കെയർ ചെയ്യുക, ഒരു വീടുണ്ടാക്കുക, എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അതിനുള്ളൊരു ഫിനാൻഷ്യൽ ഫ്ലോ ഉണ്ടാക്കുക, അതും എന്താണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനായിട്ട് കണക്കാക്കാം. ഇതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയിലാണോ നമ്മൾ എൻഗേജ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് കരിയർ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും അങ്ങനെ ഹോളിസ്റ്റിക് ആയിട്ട് ഇതിനെ കാണാൻ ഓറിയൻറ്റഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ പ്രൊഫഷൻ, യു ആർ എ കരിയർ ഗൈഡൻസ് കൗൺസിലർ. സാറിൻ്റെ പ്രൊഫഷനിൽ ഹൗ ഡിഡ് യു ഇൻസേർട്ട് യുവർ സെൽഫ് ഇൻ ദ സിസ്റ്റം? എവിടെയാണ് സാർ ആ ഒരു ഗ്യാപ്പ് എങ്ങനെയാണ് അവിടെ പ്ലേസ് ചെയ്ത സാറിനെ എന്നുള്ളത്? നമുക്ക് കരിയർ എന്ന് പറയുമ്പോൾ സാറിൻ്റെ കരിയറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഐ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. അത് നല്ല എനിക്കിത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നോടിത് എല്ലാവരും ചോദിക്കും. ഞാൻ എവിടെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് ഞാൻ ഏതൊരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് സാർ എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിയത്? ഈവൻ ഇപ്പോൾ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, സാറിൻ്റെ പോലെ ജോലി കിട്ടാൻ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കുട്ടികളോടൊക്കെ സംസാരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ റീസെൻ്റ്ലി ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, സാർ ഞാൻ പഠിക്കുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. എൻ്റെ പോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ ചങ്ക് ഫ്രണ്ട്സിന് പോലും ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. എല്ലാവരും പഠിക്കുന്നു, ഞാനും സ്കൂളിൽ പോകുന്നു, അങ്ങനെയാണ്. അപ്പോൾ സാറ് വന്ന് ഇതൊക്കെ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറേ കാര്യങ്ങൾ നമുക്ക് വേറെ ആലോചിക്കാനുണ്ട് എന്നുള്ളത്. എനിക്കും ഇതുപോലെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് സാർ ഇങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് എത്തിയത്? അതിൻ്റെ പുറകിലൊരു ഞാനത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ ഒരുപാട് പ്രൊഫഷണൽസിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ, ലേബർ ജോലി ചെയ്യുന്നവർ, ബിസിനസ്, ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സർക്കാർ ജോലിക്കാർ, പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ, ആൻഡ് ഓഫ് കോഴ്സ് ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ. We have come across with a different type of people who works in different sector. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ജോലി പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് ജോലി പറഞ്ഞു കൊടുക്കുക, അത് തന്നെ തൊഴിലായി കൊണ്ട് നടക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? കുറവാണ്. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ ചെയ്യുന്നത്
നമ്മളെക്കാട്ടി കുറച്ച് ലോകം കണ്ടവർ, കുറച്ച് പ്രായം മൂത്തവർ, എക്സ്പീരിയൻസ്, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്കെ നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം, എന്നാൽ അവര് പറയുന്നതായിരിക്കുമല്ലോ ശരി എന്നൊക്കെ പറയുന്നത്. സോ ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു തരുന്നത് നമുക്കൊരു പ്രൊഫഷൻ ഉണ്ട്, കരിയർ ഗൈഡൻസിന് തന്നെ ഒരു പ്രൊഫഷൻ. തീർച്ചയായിട്ടും. അതായത് ജോലി പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഒരാളെ നമ്മൾ കാണണം. സോ ഫോർ എവറി സെക്ടർ, ആ സെക്ടറിൽ മാക്സിമം എക്സ്പെർട്ടൈസ് ഉള്ള, അതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയുന്ന ആളുകളെയാണ് നമ്മൾ പോയി കാണുന്നത്. ഒരു വീട് പണിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് എൻജിനീയറെയാണ്. ബിക്കോസ് ഒരു വീട് പണിയുന്നതിൻ്റെ തറക്കല്ലിടുന്നത് മുതൽ അതിൻ്റെ താക്കോൽ കയ്യിലേക്ക് തരുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും കൃത്യമായി അറിയുന്ന ആളാണ് ഈതർ എൻ ആർക്കിടെക്ട് ഓർ എ സിവിൽ എഞ്ചിനീയർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോയി നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കരിയർ സെലക്ട് ചെയ്യണം. നമ്മുടെ ലൈഫിലെ കരിയർ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്റ്റേഷനാണ്. നമ്മുടെ ലൈഫ് സക്സസ് എന്തിനാണോ അതിൻ്റെ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കരിയർ. അത് ചൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു മാക്സിമം കരിയേഴ്സിനെ കുറിച്ച് അറിയുന്ന ഒരാളോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായൊരു ആൻസർ കിട്ടുക. അല്ലെങ്കിൽ അവിടെ പ്രശ്നം എന്താ വരികയെന്നറിയോ? നമ്മൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ സക്സസ്ഫുള്ളായ ആളെ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ദ പോസിറ്റീവ് സൈഡ് ഈസ് അദ്ദേഹം ആ ജോലിയിൽ സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ പോസിറ്റീവ് ഇൻഫോർമേഷനാണ്. യാ ദിസ് ഇസ് എ ഗുഡ് പ്രൊഫഷൻ, യു ഗോ ഫോർ ദാറ്റ് എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? ഈ ചോദിക്കുന്ന ആൾ, നമ്മൾ ആരോടാണോ ചോദിക്കുന്നത്, ആ വ്യക്തി ആളുടെ ജോലിയിൽ, ആ ഒരു കരിയറിൽ സക്സസ്ഫുൾ അല്ല, ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്തായിരിക്കും? ഡിസ്കറേജിങ് ആയിരിക്കും. നോ, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ പെട്ടു, നീയെങ്കിലും ഈ കോഴ്സ് എടുക്കാതിരിക്കൂ എന്ന് പറയും. അപ്പോൾ അവിടെ അതൊരു സബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ ഒരിക്കലും ഒരു അങ്കിൾ പറയുന്നതോ അല്ലെങ്കിൽ ഒരു സെക്ടറിൽ സക്സസ്ഫുൾ ആയ ഒരാൾ പറയുന്നതോ മാത്രം നോക്കി ഓക്കെ ഐ വിൽ ഗോ ഫോർ ദിസ് കോഴ്സ് ഓർ ഐ വിൽ നോട്ട് ഗോ ഫോർ ദിസ് കോഴ്സ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ടൈം ടു മൂവ് ഇൻ ടു. അപ്പോൾ കരിയർ ഗൈഡൻസ് കൗൺസിലർ എൻ്റെയൊക്കെ ലൈഫിൽ എപ്പോഴായിരുന്നു വരേണ്ടിയിരുന്നത്? ഇപ്പം എനിക്ക് ഇതിന് ആക്സസ് ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പ്രോബബ്ലി എനിക്ക് സ്കൂളിൽ തന്നെ ഇങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് അസിസ്റ്റൻസ് കിട്ടേണ്ടിയിരിക്കണം അല്ലേ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത്തരത്തിൽ ആലോചിച്ച് തുടങ്ങില്ലേ? തുടങ്ങേണ്ടതാണ്. പക്ഷെ അവിടെ ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സ്കൂളിൽ തന്നെ എന്നുള്ളത് പലപ്പോഴും ഒരു കരിയർ സെലക്ഷൻ അല്ലെങ്കിൽ 11th 12th കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ, 10th കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പ് ഏതാണ്, ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നൊരു വിഷയം എപ്പോഴും നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത് സ്കൂൾ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതെ, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സ്കൂളിലാണ്, ടീച്ചേഴ്സിനൊപ്പമാണ്, മറ്റു കൂട്ടുകാരുടെ ഒപ്പമാണ്, സീനിയേഴ്സിനെ നമ്മൾ അവിടെ നിന്ന് കാണുന്നു. പക്ഷേ ദർ ഈസ് എ ഡിഫറൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക, ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക എവിടെയാണ്? സ്കൂളിലല്ല, കരിയറിലാണ്, പിന്നീടുള്ള കാലത്ത്. യെസ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ജോലി സ്ഥലത്താണ്, കരിയർ എന്ന മേഖലയിലാണ്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ സ്കൂൾ സംവിധാനവുമായി മാത്രം ബന്ധപ്പെടുത്തിയാൽ പോരാ. സ്കൂൾ സംവിധാനത്തിൻ്റെ ഒരു വിഷയം എന്താ? സ്കൂളുകൾ എന്തിനാണ്? 10ാം ക്ലാസ് വരെ നമ്മൾ പഠിക്കുന്നത് നോളേജിന് വേണ്ടിയാണ് അല്ലേ? 10th വരെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ബേസിക് നോളേജ് വേണം, എഴുതാൻ അറിയണം, വായിക്കാൻ അറിയണം, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് സ്വന്തം വീട് വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരികെ പരിക്കുകളൊന്നുമില്ലാതെ വരാനുള്ള കോമൺ സെൻസ് വേണം. അതിനാണ് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്. പക്ഷെ 11th തൊട്ട് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 11th തൊട്ട് നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം ജോലിയാണ് അല്ലെ? അല്ലാതെ എനിക്ക് ഫുൾ A+ വാങ്ങി സർട്ടിഫിക്കറ്റ് എൻ്റെ ഷോക്കേസിൽ ഡിസ്പ്ലേ ചെയ്യണം, അതല്ലല്ലോ. 11th തൊട്ട് നമ്മൾ പഠിക്കുന്നത് ജോലി കിട്ടാനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ പഠനത്തിൻ്റെ ഒപ്പം തന്നെ സ്കൂളിൽ നമ്മൾ 11th 12th മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാളെ ഇത് കണക്ട് ചെയ്യുന്ന ആ ഒരു ലാർജർ ഏരിയ ഉണ്ട് അല്ലേ? ഏതാണ്? നമ്മുടെ കരിയർ. അപ്പോൾ കരിയർ സാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഡിസിഷൻ പോയിന്റിലേക്ക് എത്തുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് എപ്പോൾ തുടങ്ങണം എന്നാണ്. സാർ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ വേറൊരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ കരിയർ ആലോചിച്ചിട്ട് വർക്കിംഗ് ബാക്ക്വേർഡ്സ് എന്നതിനെ പറ്റിയിട്ടാണ് സാർ ഇപ്പം പറഞ്ഞത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല. അവിടെ വരുന്നൊരു വിഷയം നമ്മളെപ്പോഴും
കരിയറിനെ കാണുന്നത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കരിയർ എന്ന വാക്ക് തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. കോഴ്സ് സെലക്ഷൻ എന്ന കാര്യം തന്നെയാണ്. കാരണം ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ശരാശരി പാരന്റിനും സ്റ്റുഡൻറ്റിനും എന്താണ് ആവശ്യം? ഒരു +2 കാരൻ്റെ ആവശ്യം, 10ാം ക്ലാസ്സുകാരൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നല്ല കോഴ്സ് കിട്ടണം. ഇപ്പോൾ എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നവരായിക്കോട്ടെ, എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നവരായിക്കോട്ടെ, എന്നെ കാണാൻ വരുന്ന, എന്നെ മീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടത് എന്താണ്? കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് സെലക്ഷൻ ചെയ്യേണ്ടത് എപ്പോൾ? അപ്പോൾ കോഴ്സ് സെലക്ഷൻ തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും 11th 12th. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 വരെ ബേസിക് എഡ്യൂക്കേഷൻ, 11th തൊട്ട് ഈ പറയുന്ന കോഴ്സ് സെലക്ഷനും ലൈഫ് സെലക്ഷനുമാണ്. 11th ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10th അക്കാഡമിക്സും 10th പ്രിപ്പറേഷനും പ്രധാനപ്പെട്ടതാണ്. സോ ദ റൈറ്റ് ടൈം ഈസ് നത്തിങ് ബട്ട് 9th കഴിഞ്ഞ ഉടനെ 10th സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 9th കഴിഞ്ഞ ഉടനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങണം. 10th അല്ലെങ്കിൽ 11th മുൻപ് കൃത്യമായൊരു ധാരണ വേണം. അപ്പോഴാണ് ഈ 11th 12th അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മലയാളി വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മലയാളി സമൂഹത്തിൻ്റെ പാരൻ്റൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കോഴ്സ് സെലക്ഷനൊക്കെ +2 കഴിഞ്ഞിട്ട് ചെയ്യാം. എന്തിനാണ് ഇപ്പം ഇതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നത്? ആദ്യം അവൻ പഠിക്കട്ടെ. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾ എന്നോട് പറയുന്നത്, സാർ കോഴ്സൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഓപ്ഷൻസോ ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് മനസ്സിലായി, പക്ഷേ അതിനെല്ലാം ഇനി സമയമില്ലേ? +2 കഴിയണ്ടേ? +2 കഴിയുമ്പോഴേക്കും ഒരുപാട് സമയം തീരും. അതായത് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമുക്കൊരു റെഡിനെസ് വേണ്ടേ? ഞാൻ ചെയ്യാൻ പോകുന്നു ജീവിതകാലം മുഴുവൻ അല്ലേ? ഇറ്റ്സ് നോട്ട് എ ടെമ്പററി എൻഗേജ്മെൻറ്റ്. ലൈഫ് ലോങ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ഒരു റെഡിനെസ് വേണം. അക്കാഡമിക്സിന് വേണ്ടി നമ്മൾ എത്രത്തോളം റെഡിനെസ് കാണിക്കുന്നുണ്ട്? KG ഓൺവേർഡ്സ് അല്ലേ? ഒരു കുഞ്ഞ് ജനിച്ച കാലം മുതൽ പാരൻസിൻ്റെ റെഡിനെസ് എന്താണ്? നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇവനെ KG, നമ്മുടെ ഡ്രീമാണ് നമ്മുടെ കുഞ്ഞിനെ KGയിൽ കൊണ്ടുവന്ന് വിടുന്നതും അല്ലേ? വളരെ സന്തോഷകരമായൊരു എന്താ പറയുക, നമുക്കൊരു സങ്കടം നിറഞ്ഞ എന്നാൽ അതിലേറെ സന്തോഷമുള്ളൊരു നിമിഷമാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിൻ്റെ ആ ഒരു പടി കടന്ന് ക്ലാസ് റൂമിൽ കൊണ്ടുവന്നിരുത്തി അവരെ ആദ്യമായി നമ്മൾ അവരിൽ നിന്നും അകന്ന് ഒരു ഡോറിൻ്റെ, ഒരു മതിലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയും സുഖവും സന്തോഷവും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് അക്കാഡമിക് റെഡിനെസ് എന്നുകൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് +2 പഠിപ്പിക്കണം, ഡിഗ്രി പഠിപ്പിക്കണം. സോ വി ആർ പ്രിപ്പയർഡ് ഫോർ അക്കാഡമിക്സ്. അതേപോലെ തന്നെ വളരെ കൃത്യമായി പ്രിപ്പറേഷൻ വേണ്ട, മെൻ്റലി പ്രിപ്പയർഡ് ആവേണ്ട, സെലക്റ്റീവായിട്ട് പ്രിപ്പയർഡ് ആവേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത്? ജോബ്. അപ്പോൾ ആ പ്രിപ്പറേഷൻ സമയം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ അതിനൊരു സ്കോപ്പ് ഇല്ല. ഞാനതൊന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്കോപ്പുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അത് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? 12th കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടുള്ള ആ 2 മാസം. 2 മാസം മതിയോ നമുക്ക് ലൈഫ് ലോങ് 40 50 വർഷം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, ജീവിതം, അതിന് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്? ഇവിടെ പ്രിപ്പറേഷൻ എന്നോട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻട്രൻസ് പ്രിപ്പറേഷനോ അക്കാഡമിക് പ്രിപ്പറേഷനോ അല്ല. ഞാൻ ഏത് കരിയറിലേക്ക് എത്തണം? ഞാൻ തിരഞ്ഞെടുക്കേണ്ട ജോലി ഏതാണ്? എനിക്ക് എവിടെയാണ് ഞാൻ എൻ്റെ ജീവിതം സ്പെൻഡ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവണം. അതിനൊരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കണം. യു നീഡ് ടൈം ഫോർ ദാറ്റ്. നമ്മൾ കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ടോ? നീ പഠിക്ക്, മാർക്ക് വാങ്ങൂ, റിസൾട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാമെന്ന് പറയും. റിസൾട്ട് വന്നിട്ട് ആലോചിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ സമയമില്ല. അഡ്മിഷൻ ഡെഡ് ലൈൻസ് വരികയാണ്. ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ അപേക്ഷ കൊടുക്കണം. അതുപോലെ പല എൻട്രൻസുകൾക്ക് അവൻ അപ്പിയർ ചെയ്യണം. മാത്രമല്ല ഇവൻ്റെ കൂടെയുള്ള പിയർ ഗ്രൂപ്പൊക്കെ ചിലപ്പോൾ ഓൾറെഡി ഡിസിഷൻ എടുത്ത് കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കുട്ടി സ്റ്റിൽ, നമ്മുടെ കുട്ടി ഒരു പക്ഷേ ആലോചിച്ചിരിക്കുകയാണ്. ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓട്ടപ്രദക്ഷിണമായിരിക്കും. അവിടെ അപേക്ഷ കൊടുക്കുന്നു, ഇവിടെ അപേക്ഷ കൊടുക്കുന്നു, പലരോട് അഭിപ്രായം ചോദിക്കുന്നു. യു ഗെറ്റ് റാൻഡം ഇൻഫോർമേഷൻസ്. എൻഡ് ഓഫ് ദി ഡേ എല്ലാം കൂടി കറക്കി കുത്തി ഒരു റഷ് ചെയ്ത് ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക്, ഏതെങ്കിലും ഒരു കോഴ്സിന് തലവെച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്ക് വരും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദേ ആർ നോട്ട് മെൻ്റലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ആ മെൻ്റലി പ്രിപ്പയർഡ് ആവണം, അല്ലെങ്കിൽ കരിയർ റെഡിനെസ് അവർക്കുണ്ടാവണം. കരിയർ റെഡിനെസ് എന്ന് പറയുന്നത് 1 മാസമോ 2 മാസമോ വെക്കേഷൻ സമയത്ത് ചെയ്യേണ്ടതല്ല. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. യു ഹാവ് ടു ഗീവ് ടൈം ഫോർ യുവർ ചൈൽഡ്. അത് ടീച്ചറാണെങ്കിലും ഒരു പാരൻ്റ് ആണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പറയുന്ന ഒരു കരിയറിലേക്ക് എത്തുവാൻ വേണ്ട ഒരു റെഡിനെസ്സിനുള്ള സമയം കൊടുക്കണം. ആ സമയം എപ്പോഴാണ്? ഓഫ് കോഴ്സ് 11th and 12th.
ദെൻ 11th and 12th എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആഫ്റ്റർ 10th അല്ലേ? അപ്പോൾ 10th ഒരു ഇൻഫോർമേഷൻ നൽകുകയും 10th കൃത്യമായി അവിടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തതിന് ശേഷം, കൃത്യമായി ഇൻഫോർമേഷൻസ് പാസ് ചെയ്തതിന് ശേഷം, എല്ലാ കരിയേഴ്സിനെ കുറിച്ചും, പോസിബിൾ കരിയേഴ്സ്, പൊട്ടൻഷ്യൽ കരിയേഴ്സ്, എല്ലാ കരിയേഴ്സും ഞാൻ പറയുന്നില്ല, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പൊട്ടൻഷ്യൽ കരിയേഴ്സ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമ്മൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് പോട്ടെ ഒരു 9ലും 10ലും കൊടുക്കുന്നു. ഹി ഗെറ്റ് ഇൻഫോംഡ്. 11th 12th ഹി ഹാസ് ദാറ്റ് ടൈം. കൃത്യമായി റെഡിനെസ്സിലേക്ക് എത്താൻ അവന് പറ്റും. അവനെടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആവും. ഇപ്പോൾ സാറ് കണ്ടുവരുന്ന, ഇപ്പോൾ സാറിനെ മീറ്റ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ക്രൈസിസ് പറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസിലേക്ക് സാറിന് പറഞ്ഞു തരാൻ പറ്റുമോ? അതായത് ശരിക്കും ഇപ്പോൾ ഈ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എവ്രിബഡി വിൽ ബി ഓപ്പൺ ടു ഇറ്റ്. ഒന്ന്, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, സോ അതിനെ നമുക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പേരൻസ് തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും ആലോചിക്കുന്നത്. അപ്പം ഇത് ആക്സസ് ചെയ്യണം എന്ന് സാറ് പറയാൻ കാരണം നമ്മൾ എന്തൊക്കെ ടൂൾസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ കുട്ടികളുടെ ഒരു സ്കില്ലിൻ്റെ പെർഫോമൻസ് ലെവൽ നോക്കിയിട്ടും കൂടെയാണ് നമ്മൾ കരിയർ പ്രൊഫൈലിംഗ് എന്ന് പറയുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ, വാട്ട് ഈസ് അവർ അപ്രോച്ച്? യെസ്, സി, ഇപ്പം ഇങ്ങനൊരു ഇക്കോസിസ്റ്റം ഇല്ല എന്നാണ് ക്ഷേമ പറഞ്ഞത്. ആൻഡ് വി ആർ നോട്ട് ഏബിൾ ടു ബിലീവ് ദാറ്റ്. അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു ഡൗട്ടുണ്ട്. പക്ഷേ ഈ കൺവെൻഷണൽ കരിയേഴ്സിൽ നമ്മൾ ഇതേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്. മെഡിക്കൽ എൻജിനീയറിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ കരിയർ റെഡിനെസ്, മെഡിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ മെഡിക്കൽ എൻജിനീയറിംഗ് മാത്രം പറയുന്നില്ല, ഓൾ ദി എസ്റ്റാബ്ലിഷ്ഡ് കൺവെൻഷണൽ കരിയർ ഓപ്ഷൻസ്, ഇതെല്ലാം ഓൾറെഡി നമ്മൾ അതിനോടൊരു റെഡിനെസ് ഉള്ളത് കൊണ്ടല്ലേ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതും. മാത്രമല്ല അതൊരു നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറിയത് അല്ലേ. 10th കഴിഞ്ഞാൽ സയൻസ് ആണെങ്കിൽ നേരെ കോച്ചിങ്ങിന് പോകുന്നു. ബിക്കോസ് വി ഹാവ് ദാറ്റ് ഇക്കോസിസ്റ്റം. ആ ഒരു ഇക്കോസിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. സോ വി ആർ എക്സ്പോസ്ഡ് ടു ദാറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റെഡിനെസ്, ആ ഒരു പർട്ടിക്കുലർ കരിയേഴ്സിലേക്കുള്ള റെഡിനെസ് കുട്ടിക്കുണ്ട്, പാരൻറ്റിനുണ്ട്. അവർക്കറിയാം ഇതിൻ്റെ ടൈം ലൈൻ എങ്ങനെയാണെന്നുള്ളത് അറിയാം. സോ ദേ വർക്ക് ഫോർ ദാറ്റ്. സോ ഫ്യൂ സ്റ്റുഡൻസ് അത് സക്സസ്ഫുൾ ആവും, കുറച്ച് പേര് ഒരുപക്ഷെ അത് സക്സസ്ഫുൾ ആവില്ല. ഇതേ രീതിയിലുള്ളൊരു അവെയർനെസ്സും ഇതേ രീതിയിലുള്ള ഒരു സ്കെയിലിങ്ങും മറ്റു കരിയേഴ്സിനും 11th 12th 10th ഉണ്ടെങ്കിൽ ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വർക്കൗട്ട് ആവുന്നത് പോലെ തന്നെ നമ്മളീ പറയുന്ന സോ കോൾഡ് നോൺ കൺവെൻഷണൽ കരിയേഴ്സും വർക്കൗട്ട് ആവും. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാക്ട്ലി ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ റിയലി നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും. ഹ്യൂമാനിറ്റീസ് ഞാൻ പറയാം. അതിന് മുമ്പ് ഐ ഗീവ് എൻ അനദർ എക്സാമ്പിൾ. ഡിസൈൻ. ഐ ഹാഡ് എ സ്റ്റുഡൻറ്റ്. ആ കുട്ടി എക്സെപ്ഷണൽ ക്രിയേറ്റീവാണ്, വളരെ ക്രിയേറ്റീവായ സ്റ്റുഡൻറ്റാണ്. പക്ഷേ ദേ വർ നോട്ട് അവെയർ അബൌട്ട് ഡിസൈൻ കരിയേഴ്സ്. നേരത്തെ പറഞ്ഞ കണ്ടീഷനിങ് ഉണ്ട്. അവർക്കൊരു കരിയർ റെഡിനെസ് ഉണ്ട്. അതേതാണ്? കൺവെൻഷണൽ കരിയേഴ്സിലേക്കാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓർ അക്കൗണ്ട്സ്, CA. അപ്പോൾ അവർ ഫാമിലി, എൻ്റെ ഫാമിലി എങ്ങനെ ആ രീതിയിലാണ് കണ്ടീഷനിങ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, 10th പഠിക്കുന്നു, സയൻസ് എടുക്കുന്നു, ആൻഡ് വി വിൽ ട്രൈ ഫോർ മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ്. അത് വർക്കൗട്ടായാൽ അതില്ലെങ്കിൽ വി വിൽ ഗോ ഫോർ കൊമേഴ്സിലെ CA CMA പോലെയുള്ള കോഴ്സുകൾ. ബിക്കോസ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നത് എന്തുകൊണ്ടാണ്? വി നോ ദാറ്റ്. ആ ഒരു ഇക്കോസിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഈ കുട്ടി എക്സെപ്ഷണലി ആർട്ടിസ്റ്റിക് ആണ്. പക്ഷെ അവിടെ ഒരു കരിയർ സാധ്യത ഉള്ളത് ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എനിവേ കുട്ടി കൗൺസിലിങ്ങിന് വന്നു, ഗൈഡൻസ് കഴിഞ്ഞു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തു. ഞങ്ങളൊരു 2 മണിക്കൂർ സംസാരിച്ചു. സ്റ്റുഡൻറ്റുമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഈ പറയുന്നൊരു ഡിസൈൻ ഫ്ലേവർ ഉണ്ട്, അതിനെ നമുക്ക് കരിയറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ദർ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർ ആർ എൻട്രൻസ് എക്സാമിനേഷൻ, ദർ ആർ കരിയർ ഓപ്ഷൻസ് ആൻഡ് കോഴ്സസ് എന്നുള്ളൊരു നോളേജ് കുട്ടിക്ക് വന്നപ്പോൾ ഹി വാസ് സോ ഹാപ്പി. എങ്കിൽ സാർ ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞു. ആൻഡ് അതിൻ്റെ ഒരു പ്രൊഫൈലിംഗ് ഒക്കെ ഞാൻ കൊടുത്തു, ലൈക്ക് പ്രോഡക്റ്റ് ഡിസൈനിങ്, ആക്സസറി ഡിസൈനിങ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ IT, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി കണക്ട് ചെയ്യുമ്പോൾ UI UX ഡിസൈനിങ്, ഇൻ്റർഫേസ് ഡിസൈനിങ്, ഇതെല്ലാം എന്താണ് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള, അല്ല എല്ലാവർക്കും എന്താ പൈസയാണ് വേണ്ടത്, വളരെ ലുക്രേറ്റീവായ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ പറ്റുന്ന കരിയേഴ്സാണ്. പക്ഷേ ഇങ്ങനെ സാധ്യത ഉള്ള കാര്യം കുട്ടി അറിയുന്നത് എൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ്. അതായത് 12th എൻഡ് റിസൾട്ട് വന്നതിന് ശേഷം. കുട്ടിയുടെ കയ്യിലാകെ 2 മാസമാണ് ഈ സമയമുള്ളത്.
ഈ 2 മാസം കൊണ്ട് ഇതിൻ്റെ എൻട്രൻസിന് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഈവൻ മോസ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്തു. അപ്പം ഈ പറയുന്ന റെഡിനെസ്, കരിയറിലേക്കുള്ള ഒരു റെഡിനെസ് ആ പാരൻറ്റിനും കുട്ടിക്കും നേരത്തെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കരിയറിലേക്ക് വേണ്ട പ്രിപ്പറേഷൻ ആ കുട്ടിക്ക് നേരത്തെ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, വേണ്ട സ്കിൽസ് അക്യൂർ ചെയ്യാം. മാത്രമല്ല 2 മാസം കൊണ്ട് എടുത്ത് ചാടി തീരുമാനമെടുക്കാതെ 2 വർഷം എടുത്തുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റുമായിരുന്നു. അതെന്തുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കാതിരുന്നത്? ഇത്തരത്തിലൊരു ആരെടുത്ത് പോകണമെന്നറിയില്ലായിരുന്നു, എവിടെ പോകണമെന്നറിയില്ലായിരുന്നു. അപ്പോൾ ആ പേരൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു സർ ഈ ഒരു അപ്രോച്ച്? പാരൻസ് അവര് ഓക്കെയാണ്, അവരും ഇത് തന്നെയാണ് പറഞ്ഞത്. അയ്യോ ഇത് അറിഞ്ഞില്ലല്ലോ. സോ വെറുതെ ഓക്കെ ഇങ്ങനെ സാറിനെ എവിടെ നിന്നാണ് അങ്ങനെ സാറിന്റെ കോണ്ടാക്ട് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ? Particularly this student, I believe that I work for higher secondary കരിയർ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ റിസോഴ്സ് പേഴ്സണായിട്ട് ഞാൻ പോവാറുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ക്ലാസ് കേട്ടു, അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. ജനറലി ഇങ്ങനെ നമ്മൾ ഈ കോൺവെർസേഷൻ എടുക്കുകയാണെങ്കിൽ ജനറലി പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇപ്പൊ ഈ നമ്മൾ പറയുന്ന അതെ അതെ അതായത് റൈറ്റ്, അപ്പൊ അത് അവിടേക്ക് നമുക്ക് എങ്ങനെയാ പേരൻസിനെ ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുക? ഐ തിങ്ക് വി സ്റ്റിൽ ഹാവ് സോ മെനി പേരൻസ് ഹു ആർ അറിയത്തില്ലാത്തോണ്ട് പരിചയമില്ല. എത്ര സോഷ്യൽ സയന്റിസ്റ്റും ഒക്കെ നമുക്ക് ചുറ്റുമുള്ള വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് പരിചിതമല്ലാത്തതുകൊണ്ട് അവർക്ക് ഡിഫിക്കൽട്ടായിരിക്കും. ബട്ട് സയൻസ് പഠിക്കാൻ പറ്റാത്തൊരു കുട്ടി, ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ട വന്നൊരു കുട്ടിയെ നമ്മൾ അവരുടെ പേരൻസിനോട് എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുക ദാറ്റ് ദർ ഇസ് സോ മച്ച് മോർ ദാൻ ജസ്റ്റ് എ BA ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആൻഡ് പിന്നെ നെറ്റ് എഴുതി ടീച്ചർ ആകുക എന്നുള്ളതല്ലാതെ വേറൊരു പ്രൊഫൈൽ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത പേരൻസിനെ സാറ് കണ്ടിട്ടുണ്ടാവില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. വേണമെങ്കിൽ ഞാൻ ലിസ്റ്റ് തന്നെ തരാം. ഞാനൊരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. യു ബിലീവ് ദാറ്റ്? ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുക റൈറ്റ്, നമ്മൾ സയൻസിനെ കുറിച്ച് സംസാരിക്കുന്നു, എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു, ഇക്കണോമിക്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആകും എന്നൊരു പക്ഷേ പലപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഐ വുഡ് സേ ഐ ആം എ പ്രൗഡ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻറ്റ്. ഞാൻ 11th and 12th ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അതിനുശേഷം ഹ്യൂമാനിറ്റീസിൽ സൈക്കോളജി കോമ്പിനേഷനുള്ള ഹ്യൂമാനിറ്റീസാണ് ഞാൻ ചെയ്തത്. ആൻഡ് സ്പെസിഫിക്കലി അതിന് വേണ്ടിയാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. റൈറ്റ്, അതിനുശേഷം BSc സൈക്കോളജി കഴിഞ്ഞു, MSc അപ്ലൈ സൈക്കോളജി ചെയ്തു, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, അതിൽ തന്നെ കരിയർ കൗൺസിലിംഗിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തു. ആൻഡ് ലാസ്റ്റ് 14 years ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ കരിയർ ആൻഡ് എംപ്ലോയബിലിറ്റി സെക്ടർ. റൈറ്റ്, അപ്പോൾ അവിടെ ഞാൻ പറയാറുള്ളത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന് മാത്രം ലിമിറ്റ് ചെയ്യേണ്ട, ഈ പറയുന്ന നോൺ സയൻസ് സബ്ജക്ട്സ്, റൈറ്റ്, ഇപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, PCMB അല്ലാതെ വരുന്ന എല്ലാ കരിയേഴ്സിനോടും നമുക്കൊരു അവേർഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ ലെറ്റ്സ് ട്രൈ ഫോർ PCMB. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ വി വിൽ തിങ്ക്, അങ്ങനെയാണ് ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഉള്ളത്. പക്ഷേ ദ പോയിന്റ് ഈസ്, ഞാനിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി സാധാരണ ക്ലാസ്സിൽ പറയാറുള്ള കാര്യം എന്താണെന്നറിയോ? എനിക്കറിയില്ല ഇത് എത്രത്തോളം ഓഡിയൻസിന് ഇത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എത്ര വലിയ സയൻസുകാരനാണെങ്കിലും, ഈദർ എ സയൻറ്റിസ്റ്റ് ഓർ എ ഡോക്ടർ ഓർ എ എൻജിനീയർ, ആരുമായിക്കോട്ടെ, IIT ഖരഗ്പൂരിൽ നിന്ന് പാസ്സായ എൻജിനീയറാണോ, അല്ലെങ്കിൽ എയിംസ് ഡൽഹിയിൽ നിന്ന് പാസ്സായ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഗോൾഡ് മെഡൽ വാങ്ങിയ CA കാരനാണ്. ഓക്കെ, എഗ്രി ദാറ്റ്. പക്ഷേ ഇവരൊക്കെ ജോലി ചെയ്താലും ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്സുകാരൻ വിചാരിക്കണ്ടേ? ഇനി കൊമേഴ്സുകാരനാണെങ്കിലും ഈ പറയുന്ന സയൻസുകാരനാണെങ്കിലും തോന്നുന്നത് പോലെ ജോലി ചെയ്യാൻ പറ്റില്ല. ഫോർ എവറി ദർ ഈസ് എ ഓർഡർ, ദർ ഈസ് എ പ്രോട്ടോകോൾ, ദർ ആർ സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോളിസീസ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എങ്ങനെ വർക്ക് ചെയ്യണം, ഒരു കമ്പനി എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, ഒരു മെഡിക്കൽ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു മെഡിക്കൽ പ്രൊജക്റ്റ്, ഒരു പബ്ലിക് ഹെൽത്ത് പ്രൊജക്റ്റ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇക്കോണമി റിവൈവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കണം, ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ഇതൊക്കെ പോളിസി മേക്കിംഗ് ആണ്. ആ പോളിസികളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ആരാണ് ഈ പോളിസികൾ ഉണ്ടാക്കുന്നത്? ഏത് ഡൊമൈനിൽ നിന്ന് വരുന്നവരാണ്? They are humanities students, most of them. Public administration, corporate communication, international relations, developmental studies,
So there are professional courses in humanities. You know that? Right. I think we should എന്താണ് വലുതാക്കേണ്ടിയിരിക്കുന്നു പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുന്നതിന്റെ Exactly. We cannot limit professional courses into science. See, നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ അതാണ്. There is only professional courses are available only in science. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നോ. ഇപ്പോൾ കൊമേഴ്സിൽ അതിൻ്റെ ഒരു ധാരണ മാറിയിട്ടുണ്ട്. കൊമേഴ്സ് CA, CMA, ACCA പോലെയുള്ള ചാർട്ടേഡ് കോഴ്സുകളൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സുകളാണ് എന്നൊരു ധാരണയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സെയിം വേ ഈ പറയുന്ന സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ സർവീസുമായി ബന്ധപ്പെട്ട കരിയേഴ്സിലും പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. ഇഫ് യു പ്ലാൻ പ്രിസൈസ്ലി, കൃത്യമായി പ്ലാൻ ചെയ്ത് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്ത് ആ കോഴ്സുകളിലേക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഫൈൻഡ് എ വെരി ഗുഡ് കരിയർ എൻട്രി ഇൻ നോൺ സയൻസ് കരിയേഴ്സ് ലൈക്ക് ഹ്യൂമാനിറ്റീസ് ഓൾസോ. പക്ഷേ ആ ഒരു ടീച്ചിങ് നമ്മുടെ കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തുന്നില്ല. പലർക്കും ഇത് അറിയുന്നില്ല. അപ്പോൾ നമ്മളെന്താണ്, എപ്പോഴും നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ, എപ്പോഴും സേഫ് സോണാണ് നോക്കുന്നത്. അപ്പോൾ സേഫ് സോണിലേക്ക് നമ്മൾ പോകും. ആ സേഫ് സോണാണ് ഇൻ ടേംസ് ഓഫ് കരിയർ ആൻഡ് എഡ്യൂക്കേഷൻ. സേഫ് സോൺ എന്ന് പറയുന്നത് എവിടെയാണ്? സയൻസിലാണ് കിടക്കുന്നതാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ട്രാപ്പുണ്ട്. എന്താണെന്നറിയോ? സപ്പോസ് ഒരു സ്റ്റുഡൻറ്റ് സയൻസ് പ്രൊഫൈലിന് പറ്റുന്ന കുട്ടിയല്ല എന്ന് കരുതുക. പക്ഷെ നമ്മൾ സേഫ് സോൺ നോക്കി കുട്ടിയെ സയൻസ് 11th 12th സയൻസിലേക്ക് പഠിക്കാനായിട്ട് വിട്ടു. കുട്ടി നോൺ സയൻസ് പ്രൊഫൈലാണ്. സ്വാഭാവികമായും 11th and 12th സയൻസ് എടുത്താൽ അതിൻ്റെ അക്കാഡമിക്സ് കുട്ടി സ്ട്രഗിൾ ചെയ്യും. സ്ട്രഗിൾ ഇൻ ദ സെൻസ് അവന് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, അവൻ അക്കാഡമിക്കലി ബാക്ക്വേർഡ് ആയതുകൊണ്ടല്ല. ബിക്കോസ് 11th and 12th ഒക്കെ നമ്മൾ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്. ഓഫ് കോഴ്സ് സ്കൂളിൻ്റെ ഭാഗമാണ്, അവിടെ A+കൾക്ക് പ്രാധാന്യമുണ്ട്, റിസൾട്ടിന് പ്രാധാന്യമുണ്ട്. പക്ഷേ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മുടെ ഉദ്ദേശം എന്താ? 11th 12th നന്നായി പെർഫോം ചെയ്ത് അതിനെ നമ്മുടെ കരിയറുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ നോൺ സയൻസ് ആയ ഈ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് അവിടെ ആ ഒരു സ്കൂൾ ആക്ടിവിറ്റീസ്, അക്കാഡമിക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ എന്തായാലും ജോയിൻ ചെയ്തു, വി ഹാവ് ടു സ്റ്റഡി, അതുകൊണ്ട് എന്താണ് പഠിക്കായിരിക്കും. ഗ്രാജ്വലി അവൻ്റെ ഗ്രാഫ് താഴേക്ക് പോകും. മേ ബി ഒരു 95% 10th പാസ്സായ കുട്ടിയായിരിക്കാം. നോൺ സയൻസ് പ്രൊഫൈൽ ആയതുകൊണ്ടും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും സയൻസ് പഠിക്കുമ്പോൾ താഴേക്ക് പോയി ഒരു 60-50% ഈവൻ അല്ലെങ്കിൽ 70 അല്ല, കമ്പയർ ടു 10th ഗ്രേഡ് കുറച്ച് മാർക്ക് കുറവായിട്ടായിരിക്കും ആ കുട്ടി പാസ്സാവുന്നത്. എൻഡ് ഓഫ് ദി ഡേ ഒരു ഡിഗ്രി കോഴ്സിന് പോലും അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഈ സേഫ് സോണിൽ പോയ സയൻസുകാരന് വരും. അങ്ങനെ എത്രയോ കുട്ടികളാണ് ഞാൻ കാണുന്നത്. അതായത് സേഫ് സോൺ പറഞ്ഞ് സയൻസ് എടുത്തു, സയൻസ് പഠിക്കാനായിട്ട് വലിയ താല്പര്യമില്ല, ഉന്തിത്തള്ളി പഠിച്ചു, 60%, 55%, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പാസ് എന്ന രീതിയിൽ സയൻസ് കഴിഞ്ഞു. അവസാനം മെഡിസിനും പോകാൻ പറ്റില്ല, എഞ്ചിനീയറിങ്ങിനും പോകാൻ പറ്റില്ല, BA മലയാളത്തിന് പോലും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ദർ ഈസ് നോ സേഫ് സോൺ ഇൻ 11th and 12th. ഇപ്പം പഠിക്കാൻ മേലാത്ത കുട്ടികൾ മാത്രമേ ഹ്യൂമാനിറ്റീസ് എടുക്കുകയുള്ളൂ എന്നുള്ളതൊന്ന്. പിന്നെ സയൻസ് അറിയാവുന്നവർ സയൻസും എടുക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന കുറേ കുട്ടികളുണ്ടല്ലോ, സയൻസ് പഠിക്കാൻ പറ്റാതെ ഹ്യൂമാനിറ്റീസ് വരുന്നവരും ഹ്യൂമാനിറ്റീസ് ആഗ്രഹിച്ചിട്ട് എന്നാൽ സയൻസിൽ ട്രാപ്പായി പോകുന്നവരുമുണ്ട്. അപ്പം ഈ ഹ്യൂമാനിറ്റീസിലുള്ള കുട്ടികൾ, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന കുട്ടികൾ വേറെ കുറേ സ്കിൽ സെറ്റ് ഉള്ളവരല്ലേ? സെയിം ഒന്നിനും കൊള്ളാത്ത കുട്ടികളെന്നോ അല്ലെങ്കിൽ എന്താണ് പഠിക്കാൻ മാർക്ക് കുറവുള്ളതുകൊണ്ട് ഹ്യൂമാനിറ്റീസ്, അത് നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു കുട്ടികളും എന്തല്ല മോശക്കാരല്ല. യു ഗോ ആൻഡ് സെർച്ച്. ഓക്കെ, ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. അതിപ്പോൾ സയൻസിലും ഇല്ലേ, സയൻസിലും ഫെയിൽ ആവുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഫെയിലിയർ അല്ലെങ്കിൽ അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് അത് ഹ്യൂമാനിറ്റീസിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അതെല്ലാ ഗ്രൂപ്പിലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹ്യൂമാനിറ്റീസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഹ്യൂമാനിറ്റീസിൽ ഒരു കോഴ്സ് പഠിക്കണമെങ്കിലും അതിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിലും സയൻസ് പഠിക്കുന്ന, കൊമേഴ്സ് പഠിക്കുന്ന അതേ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വേണം, അതേ ലോജിക്കൽ കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവണം. കാരണം ഹ്യൂമാനിറ്റീസുകാരാണ് പോളിസികൾ ഉണ്ടാക്കുന്നത്, ഹ്യൂമാനിറ്റീസുകാരാണ് സത്യം പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭരണത്തിലേക്ക് എത്തുന്നത് അല്ലേ. ഒരു അഡ്മിൻ ലെവലിലേക്കൊക്കെ എത്തുന്നത് കൂടുതലും ഹ്യൂമാനിറ്റീസുകാരാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ, ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെയാണ് ഇവരുടെ ജോബ് റോൾസ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവണം, അതുപോലെ തന്നെ ലോജിക്കൽ കപ്പാസിറ്റി കുട്ടിക്ക് ഉണ്ടാവണം. അത് അവരെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, അവർ അക്കാഡമിക് എക്സ്പ്രഷനിൽ മാത്രമാണ് വ്യത്യാസം. സയൻസുകാർ കുറച്ച് പ്രാക്ടിക്കൽ ഓറിയൻ്റായിട്ടും തിയറട്ടിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും പഠിക്കുമ്പോൾ ഹ്യൂമാനിറ്റീസുകാർ കാര്യങ്ങൾ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അവർ എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും പ്രസൻറ്റേഷനിലൂടെയുമാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. റൈറ്റ്. സോ അവിടെ ആ ഒരു പ്രസൻറ്റേഷൻ മോഡേ മാറുന്നുള്ളൂ.
പക്ഷെ അവരുടെ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ സൊസൈറ്റി പറയും, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വീട്ടിൽ തന്നെയുള്ള ഫാമിലിയിൽ തന്നെയുള്ള പല ആളുകളും പറയും, അയ്യേ ഹ്യൂമാനിറ്റീസോ അതാരും പഠിക്കാത്ത കുട്ടികൾ പോകുന്ന കോഴ്സല്ലേ. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഏറ്റവും കൂടുതൽ എഫേർട്ട് വേണ്ട കാര്യമാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ ഹ്യൂമാനിറ്റീസുകാരും ഈക്വലി സ്കിൽഡ് ആണ്. എക്സാക്ട്ലി, സയൻസ് പോലെ സ്കിൽഡ് ആണ്. ആ ഒരു തോട്ട് വരണമെന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഉൾക്കാഴ്ച വരണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞുള്ള കരിയർ സാധ്യതകളെക്കുറിച്ച് അറിയണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചാണ് ചിന്തിക്കുന്നത്. സ്കൂൾ കഴിഞ്ഞാൽ ആലോചിച്ചാൽ മതി പഠിക്കേണ്ട കോഴ്സ്. പക്ഷെ നമ്മൾ കരിയറിന്ന് തിരിച്ചു വരുമ്പോൾ ഐ തിങ്ക് ആ ഒരു ബാക്ക്വേർഡ് പ്രോസസ്, ടേക്കിംഗ് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് കുറച്ചും കൂടെ ടൈം എടുത്ത് തീരുമാനിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ, ദാറ്റ് ഓൾസോ ഗിവ്സ് എ ബെറ്റർ ലൈഫ്. യെസ് യെസ് യെസ്